ഹലോ, ഫാറൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കോവക്ക മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് കോവക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള, പകുതി സവാള നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലേൻ്റെ എല്ലാം പൊട്ടലൊന്ന് നിന്നതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഒരു 2 പച്ചമുളക് കീറിയതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഉള്ളിയെല്ലാം പെട്ടെന്ന് തന്നെ വാടിക്കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നീളത്തിലരിഞ്ഞ കോവക്ക ഇട്ട് കൊടുക്കാം. ഈ കോവക്ക നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവക്കയാണ്, നല്ല നാടൻ കോവക്കയാണ്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ലേശം മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്ന് ഇളക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം അതിലേക്ക് മൊത്തമായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അമർത്തി വെച്ചൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ അടച്ചു വെക്കുമ്പോൾ ആവിയിൽ വേണം ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്കിത് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. ഇതിൽ വെള്ളമൊന്നും ഇക്കാത്തല്ലേ. ഇനി ഇത് ഒന്നും കൂടി അമർത്തി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ ഈ കോവക്ക ഒരുപാട് വെന്തങ്ങ് ചീഞ്ഞടിയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു കറുമുറു പോലെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ കോവക്കയെല്ലാം പച്ചക്കെല്ലാം കഴിക്കുന്ന സാധനമല്ലേ. കോവക്ക ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനെല്ലാം നല്ലതാണ്. ഇതിൻ്റെ കൊമ്പെല്ലാം ഇടുന്നെങ്കിലും കിട്ടുന്നതാണെങ്കിൽ വീട്ടിലെല്ലാം നട്ടു കൊടുക്കുക. ഇനിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. പ്രത്യേകം വളമൊന്നും ഇട്ട് കൊടുക്കണ്ട. വേഗം വളരുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ കായും പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മളെ കോവക്കയെല്ലാം കറക്റ്റ് പാകത്തിന് വെന്ത് കഴിഞ്ഞു. നമ്മളെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.